മീറ്റ് എ ഫോട്ടോഗ്രാഫർ ഹു വാസ് ഒബ്സെസ്ഡ് വിത്ത് ഹിസ് വൈഫ്. ഇവർ ഒരുമിച്ചുണ്ടായിരുന്ന കാലത്ത് മൂപ്പർ ആകെ എടുത്തിരുന്ന ഇവരുടെ ഫോട്ടോ ആയിരുന്നു. ആൻഡ് ദെൻ ഹാർട്ട് ബ്രേക്ക് ഹാപ്പൻ ആൻഡ് മൂപ്പറുടെ പുതിയ മ്യൂസ് റേവൻസ് ആയി. മീറ്റ് മസാഹിസ ഫുക്കാസെ ആൻഡ് ദിസ് ഇസ് യോക്കോ. ഇവർ ഇഷ്ടത്തിലായിരുന്നു, ഇവർ മാരിഡ് ആയിരുന്നു. ഫുക്കാസയുടെ ആ ടൈമിലെ എല്ലാ വർക്ക്സും ഇറ്റ് വാസ് കോൾഡ് ഫ്രം ദ വിൻഡോ ഇവരെ പറ്റിയിട്ടായിരുന്നു. ആൻഡ് ദെൻ ദേ ഗോട്ട് ഡിവോഴ്സ്. മൂപ്പർ ഈ ഹാർട്ട് ബ്രേക്കിൽ നിന്ന് പ്രോസസ് ആക്കിയത് പണ്ട് യോക്കോനെ ക്ലിക്ക് ചെയ്തിരുന്ന പോലെ 10 വർഷത്തോളം റേവൻസിനെ മാത്രം ക്ലിക്ക് ആക്കിയിട്ടായിരുന്നു. It was called The Solitude of Ravens, one of the best photo book ever created. But the works of his wife was so lovely. യോക്കോ എപ്പോഴും ഫ്ലാറ്റിൽ നിന്ന് പുറത്തു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും മൂപ്പർക്ക് വേണ്ടി പോസ് ചെയ്യുമായിരുന്നു. ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ഗ്ലിംസ് ഓഫ് ലൈഫ് ആയിരുന്നു ആ പിക്ചേഴ്സ്. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം നീണ്ടുനിന്നു. 13 വർഷത്തോളം നീണ്ട ഈ പ്രോജക്റ്റിൽ യോക്കോന്റെ ജീവിതം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരെന്തൊക്കെ സ്ക്രൂട്ടനി സഹിച്ചിരുന്നു? ഒരു രീതിക്ക് പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു അവരുടെ ഡിവോഴ്സിലും കൊണ്ടെത്തിക്കാനുള്ള മെയിൻ കാരണം. പിന്നീട് അവർ ഒരുമിച്ചുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്ന് യോക്കോനോട് ചോദിച്ചപ്പോൾ യോക്കോ ഇങ്ങനെ പറഞ്ഞു: സഫക്കേറ്റിംഗ് ഡൾനെസ് ഇന്റർസ്പൈസ്ഡ് ബൈ വയലന്റ് ആൻഡ് നിയർ സൂയിസൈഡ് ഫ്ലാഷസ് ഓഫ് എക്സൈറ്റ്മെന്റ്. നൗ ദ സ്റ്റോറി ഗെറ്റ്സ് മോർ ഹാർട്ട് ബ്രേക്കിംഗ്. മൂപ്പര് സ്ഥിരം പോകാറുള്ള ഒരു ബാറിന്റെ സ്റ്റെപ്പിൽ നിന്ന് മൂപ്പര് വീണു ഒരു 20 വർഷം നീണ്ട കോമയിലായി. ഇത് അവസാനിച്ചതോ 2012 മൂപ്പരുടെ അന്ത്യത്തോടെ. യോക്കോ അപ്പോഴും മാസത്തിൽ 2 തവണയെങ്കിലും മൂപ്പരെ ആ കോമയിലും കാണാൻ പോയിരുന്നു. യോക്കോ ഇങ്ങനെ പറഞ്ഞു: ക്യാമറ കൊണ്ട് അവൻ എന്നെ കണ്ടു, ക്യാമറയുടെ കണ്ണുകളില്ലാതെ അവൻ എന്നെ കാണാൻ കഴിയില്ല.